എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിധു ഹരിദാസ്, സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽനസ് പ്രൊമോട്ടർ. നമ്മളെല്ലാവരും സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് അലർജി. എന്താണ് അലർജി? നമ്മുടെ ശരീരവും പുറത്തുള്ളൊരു വസ്തു അല്ലെങ്കിൽ പുറത്തുള്ളൊരു അന്തരീക്ഷം അല്ലെങ്കിൽ പുറത്തുള്ളൊരു അവസ്ഥ അതിനോടുള്ളൊരു പൊരുത്തക്കേട്, ആ പൊരുത്തക്കേടിനോട് പ്രതികരിക്കുന്നതാണ് ഈ അലർജി. അലർജിയും ശ്വാസതടസ്സവും ഫ്രണ്ട്സാണ്. ഒരാൾ വന്നാൽ അടുത്ത ആളും കൂടെ വരും. അലർജി ശരീരത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ഭാഗമാണ്. ശരീരത്തിന് ആവശ്യമില്ലാത്തത് എന്തോ ശരീരത്തിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കുന്ന ഒരു മെക്കാനിസമാണ് അലർജി. നമ്മുടെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്ന അലർജി വരുന്ന സമയത്ത്? നമ്മുടെ ശരീരത്തിൽ, അതായത് നമ്മൾ ശ്വസിക്കുമ്പോൾ പൊടി അല്ലെങ്കിൽ എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾ, ഇപ്പോൾ പൂമ്പൊടി ആവാം, ഡസ്റ്റ് ആവാം, ഏതെങ്കിലും രീതിയിൽ ശരീരത്തിന് പറ്റാത്ത എന്തെങ്കിലും നമ്മൾ ശ്വസിക്കുമ്പോൾ അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ആവും. ശരീരത്തിന് തോന്നുകയാണ് സംതിങ് ഇസ് ഡേഞ്ചറസ്, ഇറ്റ്സ് ഹാംഫുൾ എന്ന് ശരീരത്തിന് തോന്നുകയാണ്. ഇത് മാസ്റ്റ് സെൽസിലേക്ക് വരുമ്പോൾ, മാസ്റ്റ് സെൽസ് എന്ന് പറയുന്നത് മെയിൻലി ഫൗണ്ട് ഇൻ സ്കിൻ, ലൈനിങ് ഓഫ് ദ നോസ്, ഇൻറ്റസ്റ്റൈൻ, ലങ്സ് എക്സെട്ര. മാസ്റ്റ് സെൽസ് പൊട്ടിയിട്ട് ഹിസ്റ്റമൈനെ റിലീസ് ചെയ്യും. ഈ ഹിസ്റ്റമൈൻ റിലീസ് ആകുമ്പോഴാണ് പല ടൈപ്പ് ഓഫ് അലർജിക് റിയാക്ഷൻസ് നമ്മുടെ ബോഡിയിൽ വരുന്നത്. കണ്ണ് ചൊറിച്ചിൽ, മൂക്ക് ചൊറിച്ചിൽ, മൂക്കടവ്, മൂക്കൊലിപ്പ്, കണ്ണിലുള്ള സ്വെല്ലിങ് തടിച്ചു വരിക, ചുണ്ട് തടിച്ചു വരിക, സ്കിന്നിൽ റാഷസ് വരിക, ഇതെല്ലാം പാർട്ട് ഓഫ് ഇമ്മ്യൂണിറ്റിയാണ്. ഇതെങ്ങനെ പരിഹരിക്കാം? ഹിസ്റ്റമൈൻ്റെ റിലീസിനെ പ്രിവെൻറ്റ് ചെയ്യണം, നിർത്തിവെക്കണം. അല്ലെങ്കിൽ റിലീസ് ചെയ്ത ഹിസ്റ്റമൈനെ ന്യൂട്രലൈസ് ചെയ്യണം, നിർവീര്യമാക്കണം, ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആക്കണം. ഇതിന് മാർക്കറ്റിൽ നിന്ന് പല രീതിയിലുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. ആൻറ്റി ഹിസ്റ്റമൈൻ പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ട്. അതേപോലെ സൈഡ് എഫക്ട്സും അതിനകത്ത് നമ്മൾ കാണാറുണ്ട്. ഒരു മന്നിപ്പ്, ഡ്രൈ ത്രോട്ട്, എപ്പോഴും ഉറക്കം വരിക, ഡ്രൈ നോസ്, ഇങ്ങനെയുള്ള കുറേ സൈഡ് എഫക്ട്സ് നമ്മൾ കാണാറുണ്ട്. സിംറ്റംസിനകത്ത് നമ്മൾ ശരീരം ചുറിഞ്ഞ് തടിക്കണ ഒരു സിറ്റുവേഷൻ കാണാറുണ്ട്. സ്കിന്ന് ചുമന്ന് വരുന്ന സിറ്റുവേഷൻ കാണാറുണ്ട്. ചെറിയ ചെറിയ ബ്ലിസ്റ്റേഴ്സ്, കുരുക്കൾ പോലെ വരണ കാണാറുണ്ട്. പോളപ്പ് പോലെ വരണ കാണാറുണ്ട്. ബ്രീത്തിങ് പ്രോബ്ലംസും വരാറുണ്ട്. എന്തൊക്കെ റീസൺസ് കൊണ്ട് ഇത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും ആവാം. ചിലപ്പോൾ അലർജി, ചില ഫുഡിനോടുള്ള അലർജി നമുക്ക് ഉണ്ടാവാറുണ്ട്. പാലിനോട് അലർജിയുള്ള ആൾക്കാരുണ്ട്. ഗോതമ്പ്, ചെമ്മീൻ, മഷ്റൂം, മൈദ, പൂവിൻ്റെ പൂമ്പൊടി, അങ്ങനെ പല ആൾക്കാർക്കും പല പോലെയാണ് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവുന്നത്. എന്ത് കാരണം കൊണ്ടാണോ നമുക്ക് അലർജി ഉണ്ടായിക്കണേന്ന് കൂടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതാണ്. നമ്മളൊന്ന് മോണിറ്റർ ചെയ്യണം, നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണം. എന്ത് റീസൺ കൊണ്ടാണ് നമുക്ക് അലർജിക് സിറ്റുവേഷൻസ് എപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണമെന്ന് കൂടെ നമ്മളൊന്ന് മോണിറ്റർ ചെയ്യേണ്ടതാണ്. ഇപ്പം കണ്ണിലാണ് അലർജിക് റിയാക്ഷൻസ് വരണമെന്നുണ്ടെങ്കിൽ കണ്ണ് ചൊറിച്ചിൽ അല്ലെങ്കിൽ കണ്ണിൽ പീള കിട്ടുക. മൂക്കിൽ കൂടി ആണെന്നുണ്ടെങ്കിൽ തുമ്മൽ, ജലദോഷം, അങ്ങനത്തെ ഇഷ്യൂസ് നമ്മൾ കാണാറുണ്ട്. വായയിലാണെങ്കിൽ മിക്കവാറും ഏതെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ വരുന്നതായിരിക്കാം. അത് തന്നെ സ്കിന്നിലും അങ്ങനെ സംഭവിക്കാം. അലർജിക് ആൾക്കാർക്ക് മിക്കവാറും ഒരു ശ്വാസതടസ്സം കോമൺ ആയിട്ട് കാണുന്നതാണ്. അതേപോലെ തന്നെ ശ്വാസതടസ്സമുള്ള ആൾക്കാർ അലർജിക് പ്രോണും കൂടിയാണ്. അലർജിക് റിയാക്ഷൻസ് കൂടുതൽ അവരിൽ കാണിക്കും. രക്തത്തിൽ മാലിന്യം വന്നാൽ ആദ്യം അത് റിഫ്ലക്റ്റ് ചെയ്യണ സ്കിന്നിലായിരിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അലർജിക് ഇഷ്യൂസിനായിട്ട് ഞാൻ പരിചയപ്പെട്ട ഒരു പ്രൊഡക്റ്റിൽ ഒന്നാണ് എലമെൻറ്റ്സ് വെൽനസിൻ്റെ ആൻറ്റി അലർജി എന്ന് പറയുന്ന ഒരു സിറപ്പ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് ഹെർബ്സ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അലർജിക് റിയാക്ഷൻസ് ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന് ഒരു പരിഹാരം എന്ന് പറയുന്നത് ഹിസ്റ്റമൈൻ റിലീസ് ആവാണ്ട് നോക്കണം. അപ്പോൾ മാസ്റ്റ് സെൽസ് ബേസ്റ്റ് ചെയ്യാണ്ടിരിക്കാനും ഹിസ്റ്റമൈൻ റിലീസ് ആവാണ്ടിരിക്കാനും സ്കിന്നിനെ അലർജിക് റിയാക്ഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യലുമാണ് ഈ ആൻറ്റി അലർജി ചെയ്യുന്നത്. കൂടാണ്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും വേണ്ട ഒരു സപ്പോർട്ട് നമ്മുടെ വിൻഡ് പൈപ്പിനും ലങ്സിലും ഒരു ബൂസ്റ്റിംഗ് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഔഷധങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് മഞ്ചിഷ്ട, ഡീടോക്സിഫൈ ചെയ്യാൻ വളരെ നല്ലതാണ്. അതായത് ശരീരത്തിലെ മാലിന്യം നീക്കം ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. മെറ്റബോളിസം വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം, ഇമ്മ്യൂണിറ്റി കൂട്ടുന്നു, RBC ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെയുള്ള നന്നാറി, അത് സ്കിൻ അലർജിയെ പ്രിവെൻറ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെയുള്ള വേപ്പ്, അത് ആൻറ്റി അലർജിക് ആണ്, ആൻറ്റി ഇറിറ്റൻ്റ് ആണ്, ആൻറ്റി ബാക്ടീരിയൽ ആണ്, ബ്ലഡ് പ്യൂരിഫിക്കേഷന് നല്ലതാണ്, സ്കിൻ അലർജിക്ക് നല്ലതാണ്, സ്കിൻ പ്രൊട്ടക്ഷന് നല്ലതാണ്. പിന്നെയുള്ള പതിമുഖം, അത് സ്കിന്നിലുള്ള എരിച്ചിൽ, പുകച്ചിൽ, കുമിളകൾ, അതിനുള്ളൊരു പരിഹാരമാണ്. പിന്നെ അടങ്ങിയിരിക്കുന്നതാണ് മഞ്ഞൾ ആൻറ്റി ബാക്ടീരിയലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നുള്ളത് ചിറ്റാമൃത്, അത് അമൃതിന് തുല്യമാണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും വളരെ നല്ലതാണ്. പിന്നെ വൈറ്റമിൻ C അടങ്ങിയിരിക്കുന്ന നെല്ലിക്ക സ്കിൻ പ്രൊട്ടക്ഷനും വളരെ നല്ലതാണ്. വളരെ യൂണീക്ക് കോമ്പിനേഷനാണ് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഉള്ളത്. ഇതിൻ്റെ ഡോസേജ് 2 to 3 ടീസ്പൂൺ അലോങ് വിത്ത് വാട്ടർ, 2 to 3 ടീസ്പൂൺ ഓഫ് വാട്ടർ ഇൻ ആൻ എംപ്റ്റി സ്റ്റമക്ക്. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മുതൽ കഴിക്കാവുന്നതാണ്. ലോ ഷുഗർ കാരണം ഡയബറ്റിക് പേഷ്യൻസിനും ഇത് കഴിക്കാവുന്നതാണ്. ഇത് പ്രഗ്നന്റ് ലേഡീസിനും ലാക്ടേറ്റിംഗ് വിമനിനും കൊടുക്കാൻ പാടില്ല. 3 മാസം കൃത്യമായിട്ട് കഴിക്കുക. അതിൻ്റെ റിസൾട്ട് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് കാണാവുന്നതാണ്. എന്തെങ്കിലും രീതിയിൽ നമുക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ ഇമീഡിയറ്റ്ലി കൺസൾട്ട് ഡോക്ടർ. ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് കവചപ്രാശവും, അതേപോലെ ബ്ലഡ് പ്യൂരിഫയറും ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എലമെൻറ്റ് വെൽനസിൻ്റെ ആൻറ്റി അലർജി ഇസ് വെരി ഗുഡ് ഫോർ ഓൾ ടൈപ്പ് ഓഫ് അലർജീസ്. എല്ലാ ടൈപ്പ് ഓഫ് അലർജിക്കും വളരെ എഫക്റ്റീവായിട്ടൊരു പ്രൊഡക്റ്റാണ് എലമെൻറ്റ്സ് വെൽനസിൻ്റെ ആൻറ്റി അലർജി. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗിവ് എ തംസ് അപ്പ്, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. For more product related videos, just subscribe the channel.